മാതാപിതാക്കളെ, സ്നേഹിതരെ, നിലമ്പൂരിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും പ്രവർത്തകരെയും സാധാരണ അധ്വാനിക്കുന്ന ജനങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഞങ്ങളോടൊക്കെ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കൾ ഇതൊരു കൺവെൻഷനാണ് എന്നാണ് സൂചിപ്പിച്ചത്. ഇതൊരു കൺവെൻഷൻ അല്ല, പക്ഷേ ഇതൊരു ജനസാഗരമാണ്. ഈ ആവേശം കാണുമ്പോൾ ഇപ്പോഴും ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. ഒരു കാര്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, നിലമ്പൂർ ആരുടെ പക്ഷം ആണ്? നിലമ്പൂരുടെ ഹൃദയന്മാരോടൊപ്പമാണ്. ഹൃദയുടെ നിലമ്പൂരിന്റെ മണ്ണ് ആരോടൊപ്പമാണ്? നിലമ്പൂരിന്റെ രാഷ്ട്രീയമാരോടൊപ്പമാണ്. അഭിമാനത്തോടുകൂടി പറയട്ടെ, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. സ്വരാജ്, നമ്മുടെ സ്ഥാനാർത്ഥി സഹാബ് സ്വരാജിനോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ കൺവെൻഷൻ. ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യങ്ങളൊന്നും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഉദ്ഘാടകൻ ഒക്കെ അതിനെപ്പറ്റി സംസാരിച്ചു. ഏത് മുന്നണിയാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്തത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടേ പറ്റൂ. ഈ തെരഞ്ഞെടുപ്പിന് ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത എന്താണ്? അത് ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ആര് തെരഞ്ഞെടുക്കും എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കരുതുന്ന ജനവിധി അത് ഇടതുപക്ഷത്തിനോടൊപ്പം 2026 മൂന്നാം വട്ടം വിജയത്തിന്റെ സൂചനയായിരിക്കും എന്ന് പറയാനാകില്ല. ഞാൻ ആവർത്തിക്കട്ടെ, നമുക്കറിയാം, ഒന്നാം ഘട്ടം നമ്മൾ ഭരിച്ചു, രണ്ടാം ഘട്ടം നമ്മൾ ഭരിച്ചു. ഒന്നാം LDF, രണ്ടാം LDF നമ്മൾ കണ്ടു. കേരള സംസ്ഥാനത്ത് ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. എന്താണ് വോട്ടിംഗ് പാറ്റേൺ? ഒരു മുന്നണി ഭരിച്ച് 5 വർഷം കഴിഞ്ഞാൽ മറ്റൊരു മുന്നണി ഭരണത്തിലേക്ക് വരുന്നു. അത് കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു ശീലമാണ്. പക്ഷെ ആ ശീലം മാറ്റി ഒരു തുടർഭരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ആ ശീലം മാറുമ്പോൾ അവിടെ ഒരു ചരിത്രം രൂപപ്പെടുകയാണ്, ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. ആ ചരിത്രം സൃഷ്ടിച്ചത് ഇടത് സർക്കാരാണ്. ആ ചരിത്രത്തിന്റെ നായകൻ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഈ ചരിത്രത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, ഇവിടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തുടർഭരണം ലഭിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അതിന് വ്യക്തമായ ഉത്തരം നമുക്ക് കൊടുക്കുവാൻ കഴിയണം. എന്താണ് ഉത്തരം? നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങൾക്കിടയ്ക്കൊക്കെ എത്രയോ വേദനകൾ നമുക്കുണ്ടായി, നൊമ്പരങ്ങൾ നമുക്കുണ്ടായി, സങ്കടങ്ങൾ നമുക്കുണ്ടായി. അവിടെയൊന്നും മലയാളികൾ തകരാതെ, തളരാതെ, പരാജയപ്പെടാതെ ധീരമായി നിന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മുന്നിൽ ആത്മാഭിമാനത്തോടുകൂടി നിന്നിട്ടുണ്ടെങ്കിൽ, ആത്മധൈര്യത്തോടുകൂടി നിന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ ആ ആത്മധൈര്യത്തിന് മറ്റൊരു പേരുണ്ട്. അത് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്നുള്ള നായകനുള്ളത് കൊണ്ടാണ്. അവിടെയൊക്കെ നമ്മളിവിടെ സൂചിപ്പിച്ചു. അതൊന്നും അത്ര എളുപ്പമല്ല കോവിഡിന്റെ കാലഘട്ടത്തിൽ. ഞാൻ ഓർക്കുന്നു, ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് ഡൽഹിയിൽ അവിടെയൊക്കെ സ്ട്രീറ്റിൽ അവിടെ ജനങ്ങൾ നിൽക്കുകയാണ്. ഒരു ഓക്സിജൻ അതിന്